അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് മീൻകറിയാണ്. ഇതെന്റെ കോഴിക്കറി. ഇത് നാടൻ കോഴിക്കറിയാണ്. നാടൻ കോഴിക്കറി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഇത് ഞാൻ പറഞ്ഞുതരാം. മീൻകറി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ പറയില്ല. ഓക്കെ. അപ്പോൾ നാടൻ കോഴിക്കറി ഉണ്ടാക്കുന്നത് ആദ്യം ഇതെല്ലാം പ്രിപ്പയർഡ് ആണ്. കുറച്ച് എങ്ങനെ രുചി എന്ന് പറയാം. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധനം എന്തൊക്കെയാണ് ഇട്ടതെന്നുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം ഞാനൊന്നിപ്പോൾ പറയുന്നില്ല. ഇതൊരു സർപ്രൈസ് ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് സെറ്റാക്കി ഇങ്ങനെ കുറച്ച് ഇതായിക്കൊണ്ടിരിക്കണം. മൊരിയല്ല ഒന്ന് ഇത് കുറച്ചൊരു ബ്ലാക്ക് കളറാകണം. എന്നാലൊരു ബ്ലാക്ക് വേണ്ട, ഒരു ബ്രൗൺ ആയിട്ടൊന്ന്. അങ്ങനെ നാടൻ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ പിന്നെ തോലൊന്നും കളഞ്ഞിട്ടില്ല. നല്ല സൂപ്പറായിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കാൻ പോകുന്ന മീനാണ്. അതായത് നല്ല നെയ്ച്ചാള. ഓക്കെ, ചാള വറുക്കുകയാണ്. ചാള വറുക്കുന്ന പ്രൊസീജിയറിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വാവ്, നല്ല ഒലിവ് ഓയിലിൽ നല്ല സൂപ്പറായിട്ട് നല്ല മസാജ് ചെയ്ത് ചാളയെ നമ്മൾ വറുത്തെടുക്കുകയാണ്. അങ്ങനെ മീൻകറിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് ലാസ്റ്റ് ഒരു സാധനം കൂടി ചെയ്യാനുണ്ട്. ഇതാ നമ്മൾ അതിലേക്ക് ഇങ്ങനെ കരിയാപ്പിൻ്റെ ഇല ഇങ്ങനെ ഇടുകയാണ്. കരിവേപ്പില. ഓക്കെ. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഇതാ ഈ സാധനം എടുത്തിട്ടൊന്ന് ഇങ്ങനെ പതുക്കെ അങ്ങ് മൂടി വെച്ചാല് ഫിനിഷായി. ഈ വറുത്ത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ. ഓക്കെ. അപ്പം ഞാൻ ഈ നമ്മുടെ ചാള വറുത്ത ഒന്ന് ചെറുതായിട്ട് മറച്ചിടുകയാണ്. എന്താ അതെ, ഇനി കുറച്ചു നേരം തിരിഞ്ഞെടുക്കുകയാണ്. അവിടെ റീപൊസിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാളയ്ക്ക് കുറച്ച് റീപൊസിഷൻ കിടക്കട്ടെ. അപ്പോൾ അതൊന്ന് അടച്ചു വെക്കുകയാണ്. എന്താ അതിൻ്റെ ഒരു മണമെന്നറിയോ? അപ്പോൾ ഞാൻ അടയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി നോക്കുകയാണ്. ഇതാ നമ്മൾ തുറക്കുകയാണ് ചിക്കൻ. വാവ്, എന്താ അതിൻ്റെ ഒരു മണം! ചിക്കൻ കറി സൂപ്പർ. കാണുന്നത് നല്ല അടിപൊളിയാണ്. വാവ്, സൂപ്പർ ചിക്കൻ കറി. അതല്ല, അതിൽ ഒഴിച്ച എണ്ണയല്ല അത്. അതൊക്കെ ഈ കോഴീൻ്റെ എണ്ണ തന്നെയാണ്. നാടൻ കോഴിയാണ്. അങ്ങനെ നമ്മൾ മീൻ വറുത്തത് ഞാൻ അധികം മുരിക്കാറില്ല. ചാള ഒരു വെന്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റാണ്. നമ്മളത് മൊരിച്ച് കഴിഞ്ഞാലൊരു സുഖമില്ല. ഓക്കെ. അപ്പം നമ്മുടെ പാചകം ഇന്നത്തെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.